നമസ്കാരം. 2025 നവംബർ 10 ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഭീകരവാദ ആക്രമണത്തെ സംബന്ധിച്ച് പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. അത് സംബന്ധിച്ച് ഉമർ നബി എന്ന ഒരു ഭീകരവാദിയായിരുന്നു ആ സ്ഫോടനത്തിന് ഉത്തരവാദി. അയാൾ ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. കാരണം സ്വയം പൊട്ടിത്തെറിച്ച് ഹൊറിഫൈഡായ ആ ജിഹാദിയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ NIA ആ വിഷയത്തിൽ നടത്തുകയും വളരെയധികം വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഇന്നലെ NIA കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു ഈ കേസുമായി സംബന്ധിച്ച്. 10ഓളം പേരിപ്പോൾ ഇതിൽ അറസ്റ്റിലാണ്, സ്ത്രീകൾ ഉൾപ്പെടെ. അത് പക്ഷേ NIAയുടെ ചാർജ് ഷീറ്റ് 7500 പേജുകളുള്ള ചാർജ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സാധാരണ ഈ ഭീകരവാദ ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ കേരളത്തിലിരുന്നോ മറ്റേതെങ്കിലും ദൂരപ്രദേശങ്ങളിലിരുന്നോ നാം അറിയുകയോ വായിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പൊതുധാരണ പുറത്ത് പാകിസ്ഥാൻ പോലുള്ളൊരു ഭീകരവാദ രാഷ്ട്രത്തിൽ നിന്ന്, ഭീകരവാദം കയറ്റുമതി തൊഴിലാക്കിയ രാഷ്ട്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്നോ സിറിയയിൽ നിന്നോ ഒക്കെ പരിശീലനം നേടിയ ഭീകരവാദികൾ ഭാരതത്തിലെത്തി ഭീകരവാദാക്രമണം നടപ്പാക്കുന്നു. പക്ഷേ ഈ റെഡ് ഫോർട്ടിലുണ്ടായ, ചെങ്കോട്ടയിലുണ്ടായ ഈ ഭീകരാക്രമണത്തെ തുടർന്ന് പുതിയൊരു പദം പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കപ്പെട്ടു: വൈറ്റ് കോളർ ടെററിസം. ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത്, വൈറ്റ് കോളർ ടെററിസം, ഇത് രണ്ടും നേരത്തെ ഉള്ള വാക്കുകളാണ്. എന്നാൽ ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് എന്താണെന്നത് സംബന്ധിച്ച് തത്വമേ ന്യൂസ് തന്നെ പലപ്പോഴും പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ. എന്നാലും നമ്മുടെ പൊതുസമൂഹത്തിൽ നമുക്കിടയിൽ തന്നെ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക മതത്തിന് വേണ്ടി ഭീകരവാദത്തിനിറങ്ങുമ്പോൾ അവരുടെ സാധാരണ ജീവിതത്തിലുള്ള തൊഴിലുകളെന്ന് പറയുന്നത് ടീച്ചറായിരിക്കാം, ഡോക്ടറായിരിക്കാം, വിദ്യാർത്ഥികളായിരിക്കാം, വിദ്യാർത്ഥിനികളായിരിക്കാം, പല തൊഴിലുകളും, സമൂഹത്തിൽ മാന്യതയുള്ള പല തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിനെ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം അല്ലെങ്കിൽ ഹ്രസ്വമായ വിശകലനം അതാണ്. ഇപ്പോൾ ഇത് വൈറ്റ് കോളർ ടെററിസം വീണ്ടും ചർച്ചകളിലേക്ക് ഉയർന്നു വരുന്നത് ഈ ഡൽഹി ഭീകരാക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം വളരെയധികം ഭയാനകമായ ചില സത്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം അതിർത്തി കടന്ന് മാത്രമല്ല ഭീകരവാദം വരുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത്, നമ്മുടെ അയൽവക്കത്തും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ജീവിക്കുന്ന പല വ്യക്തികളും, അതും ഉന്നത വിദ്യാഭ്യാസമുള്ള, പലപ്പോഴും പറയാറുണ്ട് ഇത്തരത്തിലുള്ള മതം തീനികളെ വിദ്യാഭ്യാസത്തിലൂടെ നന്നാക്കിയെടുക്കാമെന്ന്. സാധ്യമല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മോട് വിളിച്ച് പറയുന്നത്, ഉറക്കെ വിളിച്ച് പറയുന്നത്. കാരണം ഇവരുടെ കൂട്ടത്തിൽ ഡോക്ടറുണ്ട്, എൻജിനീയറുണ്ട്, പലതരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയവരുണ്ട്. അവർക്ക് ലഭിച്ച വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ആ ഒരു വിജ്ഞാനം എല്ലാം ഉപയോഗിച്ചത് ഭാരതത്തെ തകർക്കുവാനും ഗസ്വായെ ഹിന്ദ് നടപ്പാക്കുവാനും അൽ ഖ്വയ്ദയുടെ ഭാരതത്തിലെ ഒരു ഓപ്പറേഷൻ മോഡ്യൂളിന് തുണയായി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ശരിയാ നിയമം നടപ്പാക്കുന്ന ഒരു കാലം വരുവാൻ വേണ്ടി ഭാരതത്തിലെ സർക്കാരിനെ അട്ടിമറിച്ച് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം, ഡൽഹിയിൽ മാത്രമല്ല കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ, അതിൻ്റെ തുടക്കമായി ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് ലോക് ഭവൻ, ഗവർണറുടെ താമസ സ്ഥലം ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ്, ഹിന്ദുക്കൾ നിറഞ്ഞ് താമസിക്കുന്ന പ്രദേശങ്ങൾ, ഇവയെല്ലാം ലക്ഷ്യം വെച്ചുള്ള ഒരു ഭീകരാക്രമണ പദ്ധതിയായിരുന്നു ഈ ഡൽഹി ഭീകര ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്നത്. അതിലും ഞെട്ടിക്കുന്നൊരു വിവരം, 2022 മുതൽ ഇത്തരമൊരു ആക്രമണങ്ങളുടെ പദ്ധതി തയ്യാറാക്കപ്പെടുകയായിരുന്നു. ഇവരൊരു വലിയ സംഘമായി ലക്നൗ പോലുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ ആസ്ഥാനങ്ങൾ സ്ഥാപിച്ച് ഫരീദാബാദും ഹരിയാനയിലുമെല്ലാം ഇവരുടെ സേഫ് ഹൗസുകൾ, ഇവർ വാങ്ങുന്ന ഈ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ AK-47 വളരെയധികം അത്യന്താധുനികമായിട്ടുള്ള പിസ്റ്റലുകളും എല്ലാം ഇവർ ശേഖരിച്ചിരുന്നു. ഒപ്പം രാസവളങ്ങൾ ഇവർ വാങ്ങിക്കൂട്ടിയിരുന്നു. രാസവളങ്ങൾ എന്തിനാണ് വാങ്ങിക്കൂട്ടിയത്? അതും 2.5 ടണ്ണോളം രാസവളങ്ങൾ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുവാൻ വേണ്ടി. സാധാരണഗതിയിലുള്ള സ്ഫോടക വസ്തുക്കളല്ല. ട്രയാസെറ്റോൺ ട്രൈപെറോക്സൈഡ് എന്നുള്ള, അല്ലെങ്കിൽ TATP എന്ന് വിളിക്കപ്പെടുന്ന, മദർ ഓഫ് സൈറ്റൻ, സാത്താൻ്റെ ഉമ്മ എന്നറിയപ്പെടുന്ന, ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ കിസ് ഉമ്മയല്ല, മദർ ഓഫ് സൈറ്റൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഫോടക വസ്തുവാണ്. ഈ സ്ഫോടക വസ്തുവിൻ്റെ ഒരു പ്രത്യേകത, ഇത് നൈട്രേറ്റ് അടിസ്ഥിതമല്ലാത്തതുകൊണ്ട് സാധാരണ ബോംബ് സ്കാനിങ്ങിലൊന്നും ഇത് പിടിക്കപ്പെടുകയില്ല. അത്തരത്തിൽ അപകടകരമായിട്ടുള്ളൊരു വസ്തു. ഇത്രയും വിശദമായിട്ട് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പറയുന്നത് എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു സംഘമായിരുന്നു ഈ പിടിക്കപ്പെട്ടത്, എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു ഗൂഢാലോചന പുറത്ത്
ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് മാത്രം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പരിശീലനമുണ്ടല്ലോ, ഈ ഞാൻ പറഞ്ഞ ഈ TATP എന്ന രാസവസ്തു വേർതിരിച്ചെടുക്കുന്നത് തന്നെ വളരെ കഠിനമായൊരു പ്രക്രിയയാണ്. അതിനുള്ള വിജ്ഞാനം, അതിനുള്ള പരിശീലനം ഇവർ സ്വയം നേടുകയായിരുന്നു. തന്നെയുമല്ല, ഈ രാസവസ്തു, ഈ TATP എന്ന രാസവസ്തു സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന സമയം വരെ അത്യധികമായ ശീത അവസ്ഥയിൽ വേണം സൂക്ഷിക്കുവാൻ. അതിനുവേണ്ടി പ്രത്യേകം രാസവസ്തുക്കൾ ഇവർ തയ്യാറാക്കിയിരുന്നു. അവ സംഭരിക്കുവാനായിട്ട് ഗോഡൗണുകളും സേഫ് ഹൗസുകളും ഇവർ രാജ്യമൊട്ടാകെ ഒരുക്കിയിരുന്നു. കൃത്യമായ ആക്രമണ പദ്ധതികൾ ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് സംബന്ധിച്ച്. തന്നെയുമല്ല, ഇത്തരം ആക്രമണങ്ങൾക്ക് ശേഷം രാജ്യമാകമാനം ഇവരുടെ ഈ ഒരു സംഘടനയെ വ്യാപിപ്പിച്ച് കൃത്യമായിട്ട് പരിശീലനം പുറത്തുപോയി നേടേണ്ടാത്ത തരത്തിൽ ആളുകളെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറാക്കുവാനും അവർക്ക് ഈ രാസവസ്തുക്കൾ വേർതിരിച്ചെടുത്ത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചെടുത്ത് ആക്രമണങ്ങൾ നടത്തുവാനും വേണ്ടിയുള്ള യൂട്യൂബ് ട്യൂട്ടോറിയലുകൾ വരെ ഇവർ തയ്യാറാക്കിയിരുന്നു. അതും വളരെ രഹസ്യമയമായിട്ടുള്ള വാട്സപ്പോ ടെലിഗ്രാമോ സിഗ്നലോ പോലുള്ള സംവിധാനങ്ങളിൽ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ വഴി പ്രചരിപ്പിക്കുവാനുള്ള സർവ്വ സംവിധാനങ്ങളും ഇവർ ഒരുക്കി വെച്ചിരുന്നു. ഇത്രയും ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ ഈ രാസവസ്തു TATP പോലുള്ള രാസവസ്തുക്കൾ വേർതിരിച്ചെടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇവരുടെ ആക്രമണത്തിൻ്റെ മറ്റൊരു പദ്ധതി പൈപ്പ് ബോംബുകൾ തയ്യാറാക്കുക. അതും ഈ പഞ്ചസാരയുടെ മിശ്രിതം നിറച്ച് പൈപ്പുകളെ ലോഹ പൈപ്പുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലോഹക്കുഴലുകളെ റോക്കറ്റുകളായി ഉപയോഗിക്കുക. ഡ്രോണുകൾ ഉപയോഗിച്ച് അതിൽ ഇത്തരത്തിലുള്ള ഈ TATP പോലുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ചുള്ള ആക്രമണങ്ങൾ നടത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇത് കൃത്യമായിട്ട് ഹമാസിൻ്റെ ഒരു ആക്രമണ പദ്ധതികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ഭീകരവാദ ആസൂത്രണമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹമാസിനെ ഇവിടെ പരാമർശിച്ചതിന് ഒരു കാര്യം കൂടിയുണ്ട്. പഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ച് ഈ അടുത്തിടെ പുറത്തു വന്ന അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത്, പഹൽഗാം ആക്രമണം ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഹമാസിൻ്റെ ഭീകരാക്രമണത്തോട് ഒരുപാട് സാമ്യതകളുള്ളതാണ്. തന്നെയുമല്ല, ഹമാസിൻ്റെ ചില കമാൻഡർമാർ പാകിസ്ഥാനിൽ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ, പാക് അധിനിവേശ കാശ്മീരിലെത്തി ഈ ഇത്തരത്തിലുള്ള ഭീകരവാദികളുമായിട്ടും പാക് സൈനിക ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ചർച്ച നടത്തി 2 മാസങ്ങൾക്കുള്ളിലാണ് പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയത്. അതായത് ഉടുതുണി അഴിച്ച് മതം പരിശോധിച്ച് ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പോലെ കലിമ ചൊല്ലുവാൻ അറിയാത്തവരെ വെടിവെച്ച് കൊന്ന ഭീകരാക്രമണം ഒക്ടോബർ 6 ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന് തുല്യമായൊരു ആക്രമണമായിരുന്നു. അതിന് പിന്നിൽ ഹമാസിൻ്റെ സാന്നിധ്യവും ആസൂത്രണ അല്ലെങ്കിൽ പരിശീലന രീതികളും സംശയിക്കപ്പെടുന്നു. ഇനി ഡൽഹി ആസൂത്രണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പുകൾ ഉപയോഗിച്ച് ലോഹക്കുഴലുകൾ ഉപയോഗിച്ച് റോക്കറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളത് ഹമാസിൻ്റെ ഒരു കൃത്യമായ രീതിയാണ്. അവർക്ക് ലഭിക്കുന്ന അവരുടെ നാട്ടുകാർക്ക്, അതായത് ഗാസ പോലുള്ള പ്രദേശങ്ങളിൽ നാട്ടുകാർക്ക് വേണ്ടി ഇസ്രായേൽ ഈ മനുഷ്യാവകാശ സംഘടനകൾ വഴി വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ, പഞ്ചസാര പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ അത് മിശ്രിതമാക്കിയെടുത്തും ഈ പൈപ്പ് ബോംബുകൾ ഉണ്ടാക്കിയും രാസവളങ്ങൾ ഉപയോഗിച്ചും ഒക്കെ ഇത്തരത്തിലുള്ള റോക്കറ്റുകൾ നിർമ്മിക്കുക. അത് ഇസ്രായേലിനെതിരെ തന്നെ ഉപയോഗിക്കുക. ഇതൊരു ഹമാസിൻ്റെ ശീലമാണ്. ഇതുകൊണ്ട് എന്താണ് ഒരു പ്രശ്നം? അടിസ്ഥാനപരമായി പുറത്തു നിന്ന് യാതൊരു ഭീകരവാദ ആക്രമണത്തിനുമുള്ള സാധന സാമഗ്രികൾ വരേണ്ടതില്ല. കൃത്യമായി ഭാരതത്തിനകത്ത് താമസിക്കുന്ന ഭീകരവാദികൾ പോലും വരേണ്ടതില്ല. ഭാരതത്തിനകത്ത് താമസിക്കുന്ന ഭീകരവാദികൾ തന്നെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി, ആലോചിച്ച് നോക്കൂ, ഡൽഹിയിലെ റെഡ് ഫോർട്ടിലെ ചെങ്കോട്ടയിലെ ആക്രമണം ഒരു കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടല്ല, പിടിക്കപ്പെടുമെന്നായ ഒരു വേളയിൽ അങ്ങനെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ഉമർ നബി എന്ന ഭീകരവാദി സ്വയം പൊട്ടിത്തെറിച്ച് ഉള്ളതാകട്ടെ എന്ന് കരുതി പോവുകയായിരുന്നു. അയാളുടെ കൃത്യമായ ലക്ഷ്യത്തിലെത്തിയല്ല അയാൾ പൊട്ടിത്തെറിച്ചത്. അവിടെ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. അന്വേഷണ ഏജൻസികളുടെ കഴിവും അതിൻ്റെ കാര്യക്ഷമതയും കൃത്യമായി തന്നെ പുറത്തു വന്നൊരു അന്വേഷണമായിരുന്നു അതേ തുടർന്ന് നടന്നത്. ഈ ജെയ്ഷെ മുഹമ്മദ് മാത്രമല്ല, ജെയ്ഷെ മോമീൻ, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഡോക്ടർ ഷഹീൻ പോലുള്ള സ്ത്രീകളെ പിടികൂടിയപ്പോഴാണ് അത്തരത്തിലൊരു ഘടകം ഭീകരവാദികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സ്ത്രീകൾ മാത്രമുള്ള ഒരു ഭീകരവാദ സംഘടനയുടെ ഘടകം ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നത്. അൽഫലാജ് പോലുള്ള നിരവധി സർവകലാശാലകൾ ഇതിൻ്റെ ഒരു പരിശീലന കേന്ദ്രങ്ങളാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. അൽഫലാജിനെ സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ ഇപ്പോഴും ചൂഴ്ന്നു നിൽക്കുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്.
പറഞ്ഞു വന്നത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ ഒരു 6 വർഷങ്ങൾ, ഒരുപക്ഷെ അതിന് മുൻപോട്ട് പിന്നിലേക്ക് പോകുമായിരിക്കും. കാരണം NIA ഇപ്പോൾ സംശയിക്കുന്നത് ഈ 2002 ഇത് തുടങ്ങിയെന്നുള്ളത് രേഖകളുടെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ലഭിച്ച പല കുറിപ്പുകളുടെയും അവരുടെ സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് 2022 ഈ ഭീകരാക്രമണ പദ്ധതിയുടെ ആസൂത്രണം തുടങ്ങുന്നത് എന്ന് തന്നെ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതാണ് അതിൻ്റെ ഒരു തുടക്ക ബിന്ദു എന്നവർ പറയുന്നില്ല. അതിന് പിന്നിലേക്ക് ഒരു പക്ഷേ പോയിരുന്നിരിക്കാം. 10-15 വർഷങ്ങൾ പിന്നിലേക്ക് ഇത്തരത്തിലുള്ളൊരു ആസൂത്രണം പോയിരിക്കാം. ആലോചിച്ച് നോക്കുക പ്രേക്ഷകരെ. വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ ഇത് നടപ്പാക്കിയ ഭീകരവാദികൾ ആരും തന്നെ അതിർത്തിക്കപ്പുറത്ത് ഏതെങ്കിലും ഭീകരവാദ രാജ്യത്ത് പോയി, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്ത് പോയി പരിശീലനം നേടിയവരല്ല. കൃത്യമായിട്ട് അവർ ബാല്യം മുതൽ പഠിച്ചു വന്ന മതത്തിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭീകരവാദ ആശയങ്ങളെ ഉള്ളിലിട്ട് ഊട്ടിയുറപ്പിച്ച് സ്വയം പര്യാപ്തത നേടിയ ഭീകരവാദികളായി നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഇനിയും നിങ്ങളുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നിശബ്ദരായി അവരുടെ അവസരം കാത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അജ്മൽ കസബ് എന്ന ഭീകരവാദിയെ തൂക്കിക്കൊന്നപ്പോൾ എറണാകുളത്ത് ജഡ്ജിമുക്കിലുള്ള മുസ്ലിം പള്ളിയിൽ അയാൾക്ക് വേണ്ടി നിസ്കരിച്ച ഭീകരവാദിയെ ഒരു പാകിസ്ഥാനിയും പരിശീലനം നൽകിയിരുന്നില്ല. യാക്കൂബ് മേമൻ എന്നുള്ള മുംബൈ സ്ഫോടനങ്ങളുടെ ഉത്തരവാദികളിലൊരാളായ യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നപ്പോൾ അയാളുടെ ശവം ചുമന്നു കൊണ്ടുപോയ മഞ്ചത്തെ അനുഗമിച്ച 20,000-ന് മേൽ വരുന്ന ആളുകൾക്ക് പാകിസ്ഥാൻ്റെ യാതൊരു നിർദ്ദേശവും ലഭിച്ചിരുന്നില്ല. തന്നിഷ്ടപ്രകാരം എത്തിയവരാണവർ. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. കാരണം വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് 2026 നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഒപ്പം ഈ ഹോം ഗ്രോൺ ടെററിസ്റ്റ് എന്ന് പറയുമല്ലോ, റവല്യൂഷൻ ഈസ് ഹോം ഗ്രോൺ എന്ന് നമ്മുടെ രാജപ്പൻ അടിച്ചതുപോലെ ടെററിസം ഈസ് ഓൾസോ ബിക്കമിങ് ഹോം ഗ്രോൺ. നമ്മുടെ തദ്ദേശീയമായി ഭീകരവാദം വികസിപ്പിച്ചെടുക്കപ്പെടുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അൽഖ്വയ്ദയുടെയും പരിശീലനമില്ലാതെ ഗസ്ബായെ ഹിന്ദിന് വേണ്ടി ഇവരുടെ ആശയങ്ങളുടെ ശരീഅത്ത് നടപ്പാക്കുവാൻ വേണ്ടി നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിച്ച് നമ്മുടെ സംസ്കൃതിയെ ഇല്ലാതാക്കി കാഫറുകളെ കൊന്നൊടുക്കി ശരിയാ നിയമം നടപ്പാക്കുവാനായിട്ട് അവർ നമ്മുടെ ഇടയിൽ തന്നെ നിശബ്ദരായുണ്ട്. യാതൊരു പരിശീലനവും അവർക്ക് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ലഭിക്കുന്നില്ല. സ്വന്തമായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് എന്നെയും നിങ്ങളെയും കൊല്ലുവാൻ അവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ജാഗ്രത പാലിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.